ഓക്കെ, ഞാൻ ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പ്രോപ്പറായിട്ട് ഓഡിബിൾ ആണോ, എക്കോ ഉണ്ടോ, സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ വി വിൽ ബി സ്റ്റാർട്ടിങ് ദ ക്ലാസ്സസ്. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ബി സ്റ്റാർട്ടിങ് ദ ക്ലാസ്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, രാഗി ഓഡിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അതായത് ഇപ്പം ഓഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? കുറേ കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? ഓഡിയോ കുറേ കൂടെ ക്ലിയർ ആയിട്ടുണ്ടോ ഇപ്പോൾ? ഓക്കെ, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഓഡിയോ ഒന്ന് ക്ലിയർ ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കുറേ കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. എന്തെങ്കിലും ബെറ്റർമെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ക്ലാസ് കേൾക്കുന്ന സമയത്ത് ആ ഒരു ഓഡിയോ ക്ലിയർ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലാസ് നമ്മൾ എത്ര നല്ല കണ്ടൻറ്റ് കൊടുക്കുകയാണെങ്കിലും അത് പറയുന്നത് ക്ലിയർ അല്ലെങ്കിൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓഡിയോ ലൈക്ക് ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ഓക്കെ എന്ന് വിചാരിക്കുന്നു. നേരത്തെ പോലെ ഓഡിബിൾ ആയിട്ടില്ലേ? ലൗഡാണോ? ഇപ്പോൾ പ്രോപ്പറാണോ? നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ ആണ്. യെസ് പൃഥ്വിരാജ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആസ് നമ്മൾ സാധാരണ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, എന്ത് ഡൗട്ട്സ് ആയാലും അത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. യെസ് ഹിബ. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരി വൺ. രാഗി, പൃഥ്വിരാജ്, ഹിബ. ഓക്കെ, സോ ഹാപ്പി ടു സീ യു എവരി വൺ. അപ്പോൾ നമ്മൾ എന്തായാലും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഏത് ക്ലാസ് വരെ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലെജിസ്ലേറ്റീവ് റിലേഷൻസ് 3 ടൈപ്പ് റിലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലെജിസ്ലേറ്റീവ് റിലേഷനാണ്, രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനാണ്, മൂന്നാമത്തത് ഫൈനാൻഷ്യൽ റിലേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് നമ്മൾ പകുതിയാക്കി വെച്ചു. അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോണൽ കൗൺസിൽസ് വരെയുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരിക്കും നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് അതിനെ കുറേ കൂടെ ഒന്ന് അനാലിറ്റിക്കലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങളത് ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആക്കുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, സോ അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു 3 ടയർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ സെൻട്രൽ ഗവൺമെൻറ് വരുന്നുണ്ട്, രണ്ടാമതായിക്കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നുണ്ട്, ഏറ്റവും താഴെയായിട്ട് ലോക്കൽ ബോഡീസ് വരുന്നുണ്ട്, അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുനിസിപ്പാലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് 3rd ടയറിലാണ്. അപ്പോൾ ആദ്യത്തെ 2 ടയറുകളാണ് ഫെഡറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും, ഇത് രണ്ടിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഫെഡറലിസം നമ്മൾ നോക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം
ചില സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് വരികയാണ്, ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയും. ഓക്കെ, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയും. ചില സിറ്റുവേഷൻസിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ കൺട്രോൾ ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് നോക്കിയ സമയത്ത് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് മുകളിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമം പാസ്സാക്കാം. അപ്പോൾ അതെന്താണ്, സാധാരണ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു നിയമം പാസ്സാക്കാൻ പറ്റില്ല, പക്ഷേ സ്പെഷ്യൽ കണ്ടീഷൻ വന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് റോൾ ഏറ്റെടുക്കാൻ പറ്റി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേ കൂടെ യൂണിറ്ററി ഫോമായിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ പവർ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു യൂണിറ്ററി ഫോമാണ്, ഓക്കെ, അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ആണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് കിട്ടുക ആണ് എന്ന് വിചാരിക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതലായിട്ട് പവേഴ്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഫെഡറൽ സിസ്റ്റമാണ്. ഓക്കെ, ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ കൂടുതലായിട്ട് അതൊരു ഫെഡറൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫെഡറൽ രൂപത്തിലേക്ക് നമ്മുടെ ഭരണം മാറി എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് കൺസെപ്റ്റുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനി ഒരു കൺസെപ്റ്റ് കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പം ആർട്ടിക്കിൾ 315, ഓക്കെ, ആ ആർട്ടിക്കിൾ 315, ഈ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണെന്ന് പറയാൻ പറ്റുമോ? ആർട്ടിക്കിൾ 315 എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ക്രിയേഷൻ ഈ പറയുന്ന ആർട്ടിക്കിളിലാണ്, ആർട്ടിക്കിൾ 315 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രിയേറ്റഡ് ആയിരിക്കുന്നത് ആർട്ടിക്കിൾ 315 അണ്ടറിലാണ്. നോട്ട് PSC, ഇറ്റ് ഇസ് UPSC. ഓക്കെ, സോ UPSC ആണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും, ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിനായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും ആവശ്യമായിട്ട് വരുന്ന ഓൾ ഇന്ത്യ സർവീസ്, ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് UPSC ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓൾ ഇന്ത്യ സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IAS, ഓക്കെ, അതുപോലെ തന്നെ IPS, ഓക്കെ, ദെൻ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇതൊക്കെയാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസുകളായിട്ട് കൺസിഡർ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട സിവിൽ സർവീസസ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ലൈക്ക് ഓഫീസേഴ്സ്. അപ്പോൾ ഈ ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് UPSC ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബോഡിയാണ്. ഓക്കെ, UPSC നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് ബോഡി എന്നുള്ള രൂപത്തിലേക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ബോഡിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ റിക്രൂട്ട് നടത്തിയതിന് ശേഷം ഈ ഓൾ ഇന്ത്യ സർവീസിൽ പെടുന്ന ഓഫീസേഴ്സിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അയക്കും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ 14 ജില്ലയ്ക്കും ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഉണ്ട്. ഈ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് എല്ലാം IAS ഓഫീസേഴ്സാണ്. അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് UPSC ആണ്. സെൻട്രൽ ഗവൺമെൻറ് സെലക്ട് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്ന ഓൾ ഇന്ത്യ ഓഫീസേഴ്സ്, ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഓഫീസേഴ്സിൻ്റെ മുകളിൽ 2 ഗവൺമെൻറ്റിനും കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും കൺട്രോൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ കൺട്രോൾ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ആണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസ് പെർ ആർട്ടിക്കിൾ 311 അതുപോലെ തന്നെ 312. ഓക്കെ, സോ ഈ 2 ആർട്ടിക്കിൾസ് പ്രകാരം ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുകയോ ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിലാണ് ഇവർ അപ്പോയിൻമെൻറ്റും റിമൂവലും നടക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് ആയാലും ട്രെയിനിങ് ആയാലും അപ്പോയിൻമെൻറ്റ് ആയാലും ട്രാൻസ്ഫർ ആയാലും ഇങ്ങനത്തെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഞാൻ ട്രാൻസ്ഫർ എന്നത് ഉദ്ദേശിച്ചത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസ്ഫർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എന്നാൽ വിത്തിൻ ദ സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തിന് അകത്ത് ഓൾ ഇന്ത്യ സർവീസിൻ്റെ ട്രാൻസ്ഫർ കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് നിൽക്കുന്ന ഒരാളെ നാളെ കോഴിക്കോട് ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ ചില സമയത്ത് ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് നിൽക്കുന്ന ആളെ ചിലപ്പോൾ നാളെ എന്ത് ചെയ്യുന്നതായിരിക്കും, അണ്ടർ സെക്രട്ടറി അല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് വിളിക്കും. ഓക്കെ, എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ആളുകൾക്കുള്ള പണിഷ്മെൻറ്റ്, ഓക്കെ, പണിഷ്മെൻറ്റ് ഇത് കൊടുക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്.
സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാക്സിമം ഒരു 45 ദിവസം വരെ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് മിനിമൽ പണിഷ്മെൻറ്റ് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇവരെ കൃത്യമായിട്ട് കൂടുതലായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട്. കാരണം ഇപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലെ ഒരു പ്രധാന ഘടകമാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ സർവീസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 312 ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 312. അപ്പോൾ ആർട്ടിക്കിൾ 312 പ്രകാരം പാർലമെൻറ്റിന് പുതിയ ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓൺ ദ ബേസിസ് ഓഫ് രാജ്യസഭ റെസൊല്യൂഷൻ. അപ്പോൾ ആ ഒരു പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ രാജ്യസഭയ്ക്കാണ്. ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അയക്കും. എന്നിട്ട് അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, അവരുടെ ഭരണം നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നീട് അവർ നിലനിൽക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് അവരെ തിരിച്ചു വിളിക്കും. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ സ്ട്രോങ് ആക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോള്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ സർവീസസ് കൺട്രോൾഡ് ജോയിൻ്റ്ലി ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ജോയിൻ്റ് ആയിട്ടാണ് ഓൾ ഇന്ത്യ സർവീസസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അൾട്ടിമേറ്റ് കൺട്രോൾ ലൈസ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺട്രോൾ, ഇപ്പോൾ അവരെ ഡിസ്മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 45 ദിവസത്തിൽ കൂടുതൽ അവരെ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഓഫീസേഴ്സ് അവർ കൂടുതലായിട്ടും ദേ വിൽ ബി മോർ ലീനിയൻ ടുവേർഡ്സ് ദ സെൻട്രൽ ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനോടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി സിസ്റ്റമാണ്, ഒരു യൂണിറ്ററി സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇത് കൂടുതൽ, ഓൾ ഇന്ത്യ സിസ്റ്റം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് കൂടുതൽ പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു യൂണിറ്ററി സിസ്റ്റമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കേസ് ചോദിക്കാം, ഓക്കെ, അനാലിറ്റിക്കൽ രൂപത്തിലായിരിക്കും ഇവിടുന്ന് ചോദ്യം വരുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ ഫെഡറൽ ഫീച്ചേഴ്സ് എന്നുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൂടുതലായിട്ടുള്ള ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസിൻ്റെ കാര്യത്തിൽ എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവേഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊരു യൂണിറ്ററി ഫീച്ചറാണ്, ഒരു ഫെഡറൽ ഫീച്ചർ അല്ല. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്, അൾട്ടിമേറ്റ് കൺട്രോൾ ലൈസ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് വൈൽ ദ ഇമ്മീഡിയറ്റ് കൺട്രോൾ വാസ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ സിവിൽ സർവൻറ്റ് ഒരാളെ കാർ ഇടിച്ച് കൊന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 45 ദിവസം വരെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കും. എന്നാൽ അയാളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതിനോ കംപ്ലീറ്റ് ആയിട്ട് പിരിച്ചു വിടുന്നതിനോ ഒന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കില്ല. അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അയാളെ വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ, ഇങ്ങനത്തെ മിനിമം കാര്യം മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ അടുത്തത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ ഒരിക്കലും നമ്മൾ ജുഡീഷ്യറിയെ മെൻഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. കാരണം ജുഡീഷ്യറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്, സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ ഭാഗമായിട്ട് ആസ് പെർ ആർട്ടിക്കിൾ 50. ഓക്കെ, ആർട്ടിക്കിൾ 50 DPSPയുടെ അണ്ടറിൽ വരുന്നു. ഇതിൽ പറയുന്നുണ്ട് സെപ്പറേഷൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി. ഓക്കെ, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, സെപ്പറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റിലേഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ജുഡീഷ്യൽ റിലേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യില്ല. ഓക്കെ, ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജുഡീഷ്യൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം, എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന കാര്യമാണ് ഒരു ഡ്യുവൽ പൊളിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡ്യുവൽ പൊളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതായത് സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു ഡ്യുവൽ പൊളിറ്റി സിസ്റ്റമാണ്. ഓക്കെ, രണ്ട് പൊളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രലിൽ ഒരു ഗവൺമെൻറ്, അതുപോലെ തന്നെ സ്റ്റേറ്റിൽ ഒരു ഗവൺമെൻറ്, ഡ്യുവൽ പൊളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് ഗവൺമെൻറ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സിസ്റ്റം ജുഡീഷ്യറിയിൽ വരുന്നില്ല. ഓക്കെ, ജുഡീഷ്യറി ഇൻ്റഗ്രേറ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. ഓക്കെ, അതിന് താഴെയായിട്ട് ഡിസ്ട്രിക്ട് കോർട്ടുകളും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ടുകൾക്കും താഴെയായിട്ട് സബോർഡിനേറ്റ് കോർട്ടുകളും ഉണ്ടായിരിക്കും. ഇത് ഇൻ്റഗ്രേറ്റഡ് ആണ്, ഒന്നിന് താഴെയാണ്. സുപ്രീം കോടതിക്ക് താഴെ ഹൈക്കോർട്ട്, ഹൈക്കോടതിക്ക് താഴെ ഡിസ്ട്രിക്ട് കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ടിന് താഴെ ഈ പറയുന്ന രൂപത്തിലുള്ള സബോർഡിനേറ്റ് കോർട്ടുകൾ വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് കോർട്ടിലുള്ള അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോകും, ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ സുപ്രീം കോടതിയിലേക്ക് പോകും. പക്ഷേ ഇങ്ങനെയല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇപ്പോൾ നമുക്കൊരു ഒരു പ്രശ്നം, അപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നത്തിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മളതിന് കോടതിയാണ് അപ്രോച്ച് ചെയ്യുക. നമ്മൾ നേരെ പോയിട്ട് കോടതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം കോടതി എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് ആ രൂപത്തിൽ അല്ല നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡ്യുവൽ പൊളിറ്റി വരുന്നുണ്ട്. അത് സെൻട്രൽ സ്റ്റേറ്റിൻ്റെ കേസിൽ ഡ്യുവൽ പൊളിറ്റി, രണ്ട് ഗവൺമെൻറ് സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജുഡീഷ്യറിയുടെ കേസിൽ അങ്ങനെ ഒരു സംഭവം തന്നെ വരുന്നില്ല. ഓക്കെ, ഇതിനടുത്തതാണ് നോ ഡ്യുവൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇതാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. ഇൻ കേസ് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ആ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നോ ഡ്യുവൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്ന സമയത്ത് ഇതുപോലൊരു ഡ്യുവൽ സിസ്റ്റം അവിടെ വരുന്നില്ല, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് വരുന്നത്. ദെൻ അടുത്തത് ദ പാർലമെൻറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് എ കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more സ്റ്റേറ്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറാണ് അവിടെ പറയുന്നത്. ഓക്കെ, പാർലമെൻറ്റിന് വേണമെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായിക്കൊണ്ട് ഒരു ഹൈക്കോടതിയെ സ്ഥാപിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപിനും അതുപോലെ തന്നെ കേരളത്തിനും വേണ്ടിയിട്ട് ഒരു ഹൈക്കോടതിയാണുള്ളത്. ഓക്കെ, അതുപോലെ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇത് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് ഒരു ഹൈക്കോടതിയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്കോ ഒന്നിലധികം യൂണിയൻ ടെറിട്ടറീസിനോ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരൊറ്റ ഹൈക്കോടതി വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിന് എക്സാമ്പിൾ മഹാരാഷ്ട്രയ്ക്കും ഗോവയ്ക്കും അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന ഈ പറയുന്ന ഓരോ സംസ്ഥാനങ്ങൾക്കും സിംഗിൾ ആയിട്ടുള്ള ഒരു ഹൈക്കോടതിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി എന്നുള്ള രൂപത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറാണ്. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ വരുന്ന ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജുഡീഷ്യറിയുടെ പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്, റിമൈൻഡ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ബോഡീസും അതിൻ്റെ അപ്പോയിൻമെൻറ്റുമാണ്. ഓക്കെ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബോഡീസ് വരുന്നുണ്ട്. ആ ബോഡിയിലേക്ക് ആളുകളെ ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു, ആര് റിമൂവ് ചെയ്യുന്നു. ചിലത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ചിലത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. അപ്പം അതും എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള ബന്ധം ഈ പറയുന്ന ഓരോ ഓഫീസേഴ്സിൻ്റെ കേസിലും വരുന്നുണ്ട്. അപ്പോൾ അതും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്നതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ചെയർമാനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ള മെമ്പേഴ്സിനെ ആയാലും ചെയർമാനെ ആയാലും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. പക്ഷേ റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, ജനറലായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെയർമാനെയും ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, ഗവർണറാണ്. ഇതിനടുത്തത് ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. അതിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 2-3 സംസ്ഥാനങ്ങൾക്ക്, ഓക്കെ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കോമൺ ആയിട്ട് ഒരു ഹൈക്കോടതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പബ്ലിക് സർവീസ് കമ്മീഷനെ വിളിക്കുന്ന പേരാണ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിനും തമിഴ്നാടിനുമായിട്ട് ഒരൊറ്റ PSC, അതിനെ നമ്മൾ ജോയിൻറ്റ് PSC എന്ന് പറയും.
അങ്ങനെ ജോയിന്റ് PSCകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പാർലമെന്റിനാണ് അത്തരത്തിലുള്ള ജോയിന്റ് PSC എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജോയിന്റ് PSCകൾ പാർലമെന്റിന് വേണമെങ്കിൽ സ്ഥാപിക്കാം, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൺസേൺഡ്. ഒരു കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതിനൊരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾക്ക് പൊതുവായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിലെ മെമ്പേഴ്സും ചെയർമാനും ദേ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ PSCയിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് കണ്ടു. എന്നാൽ ഒരു ജോയിന്റ് PSCയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്, റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. ഓക്കെ, ഒരു ജോയിന്റ് PSCയുടെ കേസിൽ ഇപ്പോൾ തമിഴ്നാടിനും കേരളത്തിനുമായിട്ട് ജോയിന്റ് ആയിട്ട് ഒരു PSC വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റും റിമൂവലും രണ്ടും പ്രസിഡന്റ് തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ജോയിന്റ് PSCയുടെ കേസിൽ ഡിഫറെന്റ് ആണ്. ഓക്കെ, ദെൻ ഇപ്പം UPSC, ഇപ്പം നമുക്കറിയാം UPSC നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണ്. ഓക്കെ, UPSC എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഒരു ബോഡിയാണ് UPSC എന്ന് പറയുന്നത്. അതിന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ റിക്വസ്റ്റിനനുസരിച്ചിട്ടാണ് UPSC നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബോഡിക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് PSCകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതും ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബോഡി സ്റ്റേറ്റ് PSCകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഏതെല്ലാം എങ്ങനെയെല്ലാം അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക. UPSC ക്യാൻ സെർവ് ദ നീഡ്സ് ഓഫ് എ സ്റ്റേറ്റ് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ആൻഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, അതാണ് പറഞ്ഞത്. UPSCക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് PSCക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താം. സാധാരണ അങ്ങനെ നടത്താറില്ല. നമ്മുടെ കേരള PSC, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ, ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് PSC ആണ്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് ത്രൂ ഗവർണർ ഒരു റിക്വസ്റ്റ് UPSCക്ക് കൊടുക്കുകയാണ്, നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ UPSC നടത്തണമെന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ UPSCക്ക് വേണമെങ്കിൽ ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വിത്ത് ദി അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റിന്റെ സമ്മതം കൂടെ വേണം. പ്രസിഡന്റിന്റെ സമ്മതം ഉണ്ടെങ്കിൽ UPSCക്ക് ആ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിനടുത്തത് UPSC അസിസ്റ്റ് ദ സ്റ്റേറ്റ് വെൻ റിക്വസ്റ്റഡ് ബൈ 2 or more state in framing and operating schemes for joint recruitment for any service for which candidate possessing special qualification are required. ഇപ്പോൾ 2-3 സംസ്ഥാനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ UPSCയോട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും UPSCക്ക് എന്ത് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ്, എ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു സംസ്ഥാനം റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രസിഡന്റിന്റെ അപ്രൂവലിനോട് കൂടിയിട്ടായിരിക്കും. എന്നാൽ 2 അതിലധികമോ, ഓക്കെ, റിക്വസ്റ്റഡ് ബൈ 2 or more സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വിതൗട്ട് ദി അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ് UPSC ക്യാൻ അസിസ്റ്റ് ദ സ്റ്റേറ്റ്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ് UPSCക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ സഹായിക്കാം. അപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് വേണോ വേണ്ടയോ എന്നുള്ളത് പറയും. ഓക്കെ, സോ അത് അവിടെ നിലനിൽക്കുന്നുണ്ട്, ആ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ബട്ട് ബേസ്ഡ് അപ്പോൺ ദാറ്റ് UPSCക്ക് വേണമെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസ് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ എന്ത് ചെയ്യും, മാറി മാറി വരും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം മാറുന്ന ഒരു സമയമാണ് എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ, എമർജൻസി എന്ന് പറയുന്നത്. അപ്പം എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു അത്യാവശ്യ ഘട്ടമാണ്, ഒരു ആപത്ത് വരുന്ന സമയത്താണ് സാധാരണ നമ്മൾ എമർജൻസി ഡിക്ലെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നോർമൽ രൂപത്തിൽ ആയിരിക്കില്ല ഗവൺമെൻറ്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പം ആർട്ടിക്കിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഏതെല്ലാം ആർട്ടിക്കിൾസ് ആണെന്നുള്ളത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് എമർജൻസി എന്ന് പറയുന്നത് അണ്ടർ ആർട്ടിക്കിൾ 352 ആണ്. അതിനെ നമ്മൾ നാഷണൽ എമർജൻസി എന്ന് പറയും. പിന്നെ വരുന്ന എമർജൻസിയാണ് അണ്ടർ ആർട്ടിക്കിൾ 356. ഓക്കെ, അതുപോലെ തന്നെ 365ൻ്റെ അണ്ടറിലും ഇത് വേണമെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു എമർജൻസി കൂടെ വരുന്നുണ്ട്, അതാണ് ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത്, അതാണ് ഫൈനാൻഷ്യൽ എമർജൻസി. ഇങ്ങനെ 3 എമർജൻസികളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുന്നത്. ഓക്കെ, ഒന്ന് നാഷണൽ എമർജൻസി, പിന്നീട് ഒന്ന് പ്രസിഡൻസ് റൂള്, പിന്നെ വരുന്നത് ഫൈനാൻഷ്യൽ എമർജൻസി.
ഈ 3 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അധികാരം മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ആർട്ടിക്കിൾ 352 വരുന്ന സമയത്ത്. ഓക്കെ, സ്റ്റക്ക് ഉണ്ടാവും. ഇപ്പം സ്റ്റക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് സ്റ്റക്ക് ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, യെസ്, സ്റ്റക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പം സ്റ്റക്ക് ഉണ്ടാവും. ഇപ്പം സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റക്ക് വരുന്നുണ്ടാവും? ഓക്കെ, സോ അത് ഇൻ ബിറ്റ്വീൻ ചിലപ്പം നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന സമയത്ത് സംഭവിച്ചതായിരിക്കും. ഓക്കെ, സോ ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓവറായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കുറേ കൂടെ ഇൻട്രാക്റ്റീവായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിളിച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സമയം കുറവായതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും വേണ്ട പോലെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. സോ ലൈക്ക് അതിനിപ്പോൾ എന്താണ് പറയാന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേ, ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നാലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് നമ്മൾ നേരത്തെ തുടങ്ങുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ഒരു മന്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 352ൻ്റെ അണ്ടറിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും കൂടുതലായിട്ടുള്ള പവേഴ്സ് കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവേഴ്സ് ഇല്ലാതെയായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, സെൻട്രൽ ഗവൺമെൻറ് ബിക്കം എൻടൈറ്റിൽഡ് ടു ഗിവ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻസ്. കാരണം നമ്മൾ എക്സിക്യൂട്ടീവ് റിലേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. ഓക്കെ, ദെൻ ടു എ സ്റ്റേറ്റ് ഓൺ എനി മാറ്റർ, ഏത് വിഷയത്തിലായാലും അത്തരത്തിലുള്ള ഡയറക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ദസ് എ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ബ്രോട്ട് അണ്ടർ ദി കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദി സെൻറ്റർ ദോ ദേ ആർ നോട്ട് സസ്പെൻഡഡ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ സസ്പെൻഡ് ചെയ്യപ്പെടില്ല, പക്ഷേ അവരൊരു ഡോർമെൻറ്റ് സിറ്റുവേഷനിലായിരിക്കും. ഡോർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികാരമൊന്നും ഉണ്ടാവില്ല, അവരവിടെ നിലനിൽക്കുന്ന, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എമർജൻസി കഴിയുന്നവരെ അവർക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് മാത്രം, അവർക്ക് പ്രത്യേകിച്ച് റോളോ ഫംഗ്ഷൻസോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവരെ പിരിച്ചുവിടുകയൊന്നും ചെയ്യില്ല, അവരവിടെ ഉണ്ട്. പക്ഷേ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പോലെ ഇവർക്ക് ചെയ്യാം, അത് മാത്രമേ ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ലാതെ എക്സ്ട്രാ ഒരു കാര്യം ഇവർക്ക് കയ്യിൽ നിന്നിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത് പ്രസിഡൻസ് റൂൾ വരുന്ന സമയത്ത് അണ്ടർ ആർട്ടിക്കിൾ 352 ആണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം 352 രണ്ട് രൂപത്തിൽ ഡിക്ലെയർ ചെയ്യാം. ഒന്ന് ഇന്ത്യ ഒട്ടാകെ, ഓക്കെ, ഓൾ ഓവർ ദ നേഷൻ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നാഷണൽ എമർജൻസിയുടെ പരിധിക്കുള്ളിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമില്ലാതാവുകയും സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതായത് നാഷണൽ എമർജൻസി എന്ന് പറയുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇന്ത്യയാണ്, മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നതായിരിക്കും, ബാധകമായിട്ട് വരുന്നതായിരിക്കും. എന്നാൽ പ്രസിഡൻസ് റൂളിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡൻസ് റൂള് ഒരു സംസ്ഥാനത്തേക്കായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് മാത്രമായിട്ടായിരിക്കും പ്രസിഡൻസ് റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രസിഡൻസ് റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ് മാത്രമായിരിക്കും ഒരു ഡോർമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അധികാരങ്ങൾ ഇല്ലാതെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിക്കണം, അതുപോലെ അവർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്, ദ പ്രസിഡന്റ് ക്യാൻ അസ്യൂം ടു ഹിംസെൽഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ ഗവർണർ ഓർ എനി എക്സിക്യൂട്ടീവ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നീട് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പ്രസിഡന്റ് ആണ്, പാർലമെന്റ് അല്ല. ഓക്കെ, ആർട്ടിക്കിൾ 356 ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ വരുന്നത് പ്രസിഡന്റ് ആണ്, പാർലമെന്റ് അല്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് പറയുന്ന പോലെ ആയിരിക്കും ആ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പവേഴ്സും വേണമെങ്കിൽ പ്രസിഡന്റിനെ ഏറ്റെടുക്കാം, ഗവർണറുടെ പവർ ഏറ്റെടുക്കാം. അതല്ലെങ്കിൽ അവിടുത്തെ ഏതൊരു എക്സിക്യൂട്ടീവ് ഓഫീസറും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കളക്ടറുടെ പവർ, അതും പ്രസിഡന്റിനെ ഏറ്റെടുക്കാം.
അപ്പോൾ അങ്ങനെ മുഴുവൻ പവേഴ്സും പ്രസിഡന്റിലേക്കാണ് പോകുന്നത്, പാർലമെന്റിലേക്ക് അല്ല. ചിലപ്പോൾ ഇവിടെ പാർലമെന്റിൽ നിന്ന് തരാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ പോയി വീഴരുത്. പാർലമെന്റ് അല്ല, ഇറ്റ് ഈസ് പ്രസിഡന്റ് ആണത്. ഓക്കെ, യെസ്. ദെൻ അടുത്തതാണ് ഫൈനാൻഷ്യൽ എമർജൻസി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഫൈനാൻഷ്യൽ റിലേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെയും ഇത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും. എന്തായാലും എമർജൻസീസ് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഫൈനാൻഷ്യൽ എമർജൻസീസ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് അണ്ടർ ആർട്ടിക്കിൾ 360. 360 അണ്ടറിലാണ് ഫൈനാൻഷ്യൽ എമർജൻസി സാധാരണ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ ഫൈനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സെൻറ്റർ ക്യാൻ ഡയറക്ട് ദ സ്റ്റേറ്റ് ടു ഒബ്സർവ് കാനൺസ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊപ്രൈറ്റി. അതായത് സൂക്ഷിച്ച് സമ്പത്ത് വിനിയോഗിക്കണം. സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സമ്പദ് വ്യവസ്ഥയിലോ അവരുടെ എക്സ്പെൻഡിച്ചേഴ്സിലോ റവന്യൂലോ ഒന്നും സെൻട്രൽ ഗവൺമെൻറ് ഇടപെടാറില്ല. അവരെങ്ങനെ സമ്പത്ത് ചെലവഴിക്കണം, എന്ത് പ്രോജക്റ്റുകൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇതൊന്നും സെൻട്രൽ ഗവൺമെൻറ് ചെയ്യാറില്ല. പക്ഷേ ഫൈനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പറയും, സ്റ്റേറ്റ് ഗവൺമെൻറ് കേൾക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള സ്ഥിതിവിശേഷം വരും. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം തട്ടുന്ന സമയത്ത് മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ വരികയുള്ളൂ. അപ്പോൾ അതോടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇൻ കേസ് ഈ രൂപത്തിൽ ഒരു ഫൈനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് പറയും എങ്ങനെയെല്ലാം ഫണ്ട് ചെലവഴിക്കണം, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഗിവ് അതർ നെസസറി ഡയറക്ഷൻസ് ഇൻക്ലൂഡിങ് റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് എ പേഴ്സൺ സെർവിങ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ എങ്ങനെയെല്ലാം ഫണ്ട് ചെലവഴിക്കുന്നത്, എക്സ്പെൻഡിച്ചേഴ്സ് കുറയ്ക്കണം എന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു, അതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിക്കേണ്ടതായിട്ട് വരും. ചില സമയത്ത് എന്തായിരിക്കും, ഏതെങ്കിലും ഓഫീസേഴ്സിൻ്റെ ഫണ്ട് വെട്ടിച്ചുരുക്കണമെന്ന് പറയുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ചില സ്കീമുകൾ അത് നിർത്തലാക്കണമെന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അനാവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് കുറയ്ക്കണമെന്ന് പറയുന്നതായിരിക്കും. ഇല്ല, ലിസ്റ്റിൽ ചേഞ്ച് ഒന്നും വരില്ല. അതായത് നമ്മുടെ സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആ കാര്യമാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരില്ല, കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും മാറ്റം വരില്ല. ഓക്കെ, പക്ഷേ ഫൈനാൻഷ്യലായിട്ട് ഫണ്ട് അലോക്കേഷൻസിൻ്റെ കേസിൽ മാത്രം, ഇപ്പോൾ എമർജൻസിയുടെ കേസിലായാലും ഫൈനാൻഷ്യൽ എമർജൻസിയുടെ കേസിലായാലും ലിസ്റ്റിൽ ഒന്നും ഒരു മാറ്റം വരില്ല. ഓക്കെ, ബട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് മുകളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻ്റ് ആയിട്ട് വരും. നിയമനിർമ്മാണമാണെങ്കിൽ അത് പാർലമെൻറ്റ് നിർവഹിക്കും, എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആണെങ്കിൽ അത് പ്രസിഡന്റ് നിർവഹിക്കും. ഓക്കെ, സോ അങ്ങനെയാണ്. അതായത് ഇപ്പം എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ ചെയ്യുന്ന കാര്യം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി പാർലമെൻറ്റ് ചെയ്യും. ഓക്കെ, അതല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഓർ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, ഇത് മുഴുവൻ പ്രസിഡന്റിലേക്കും പോകും. ഓക്കെ, നോർമലി ഇതാണ് എന്ത് ചെയ്യുന്നത്, എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഓക്കെ, സോ പ്രൊക്ലമേഷൻ ഓഫ് ദി എമർജൻസി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫൈനാൻഷ്യൽ എമർജൻസിയിലേക്ക് വരാം. അപ്പോൾ പ്രൊക്ലമേഷൻ ഓഫ് ദി ഫൈനാൻഷ്യൽ എമർജൻസി ഇൻ ഇന്ത്യ മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ബോത്ത് ഹൗസ് ഓഫ് പാർലമെൻറ്റ് വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. അപ്പോൾ ഫൈനാൻഷ്യൽ എമർജൻസി ഇഷ്യൂ ചെയ്ത് 2 മാസത്തിനകം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും, അപ്പർ ബോഡി ആയിട്ടുള്ള രാജ്യസഭയും ലോവർ ബോഡി ആയിട്ടുള്ള ലോക്സഭയും അത് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. 2 സഭകളും അത് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം ബൈ സിമ്പിൾ മെജോറിറ്റി. ഓക്കെ, സോ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു തവണ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ എമർജൻസി ഒരു തവണ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി ടിൽ ഇറ്റ് ഈസ് റിവോക്ഡ്. അത് പിന്നീട് ഒഴിവാക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫൈനാൻഷ്യൽ എമർജൻസി കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷേ നാഷണൽ എമർജൻസിയുടെ കേസിലോ, പ്രസിഡൻസ് റൂൾസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓരോ 6 മാസം കഴിയുമ്പോഴേ എന്ത് വേണം, അതിന് വീണ്ടും വീണ്ടും അപ്രൂവൽ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ അപ്രൂവൽ കിട്ടിയിട്ടില്ലെങ്കിൽ 6 മാസം കഴിയുമ്പം പ്രസിഡൻസ് റൂൾ അവസാനിക്കും. എന്നാൽ ഫൈനാൻഷ്യൽ എമർജൻസിയുടെ കേസിൽ അങ്ങനെയല്ല, ഇറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട്. അത് പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് റിവോക്ക് ചെയ്യുന്നവരെ, അവസാനിപ്പിക്കുന്നത് വരെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ആർട്ടിക്കിൾസ് ആണ്, ആ ആർട്ടിക്കിൾസ് ഒന്ന് പഠിക്കണം. കാരണം എമർജൻസി വരുന്ന സമയത്ത്, എമർജൻസിയുടെ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം മാറും. നമ്മൾ പഠിക്കുന്നത് തന്നെ, സിലബസിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് മാറ്റം വരുന്നത് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ആ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ വരുന്ന കാര്യങ്ങൾ. ഇതിൽ 358ഉം 59ഉം നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് സസ്പെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആർട്ടിക്കിൾ 19 ഡ്യൂറിങ് ദി എമർജൻസീസ്. ആർട്ടിക്കിൾ 19 ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്നതാണ്.
അതിൻ്റെ സസ്പെൻഷനാണ് പറയുന്നത്. ഇനി വരുന്നത് സസ്പെൻഷൻ ഓഫ് ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ദി റൈറ്റ്സ് കൺഫേർഡ് ഇൻ പാർട്ട് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ഫണ്ടമെന്റൽ റൈറ്റ് എക്സെപ്റ്റ് ആർട്ടിക്കിൾ 21 and 20. ഓക്കെ, ആർട്ടിക്കിൾ 20, 21 ഒഴികെ ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിൻ്റെ സസ്പെൻഷനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 19 കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഒന്ന് പഠിച്ചു വെക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ആർട്ടിക്കിളിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വരുന്നതാണ് ആർട്ടിക്കിൾ 353 എഫക്ട്സ് ഓഫ് ദി പ്രൊക്ലമേഷൻ ഓഫ് ദി നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്ന് പറയുന്നത് 353 ഓക്കെ, പെട്ടെന്ന് അത് പറയുന്ന സമയത്ത് ചിലപ്പം നാഷണൽ എമർജൻസി പറയുന്നത് 352 നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം, ഏത് സാഹചര്യത്തിൽ ഡിക്ലെയർ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 352 പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും ഒരു ആക്രമണ ഭീഷണിയോ ഒരു ആംഡ് റബലിയനോ എക്സ്റ്റേണൽ അഗ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 352 അണ്ടറിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം എന്നാണ് ആർട്ടിക്കിൾ 352 പറയുന്നത്. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 353 ദെൻ 354 വരുന്ന സമയത്ത് ദിസ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ദി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി. ഇപ്പോൾ ഒരു നാഷണൽ എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഗ്രാൻറ്റിൻ്റെ ബേസിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ കേരള എക്കണോമി പഠിച്ച സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അത് നോർമൽ കേസിലാണ്. സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ എന്ത് ചെയ്യും, ഏകദേശം 41% ലേറ്റസ്റ്റ് ആയിട്ടുള്ള 15th ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഏകദേശം 41% ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കുന്നതായിരിക്കും. എന്നാൽ എമർജൻസി വരുന്ന സമയത്ത് ഇത് ഫോളോ ചെയ്യില്ല. എന്ത് കൊടുക്കണം വേണ്ട എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. ഈ പറയുന്ന പോലെ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് വരില്ല. അത് ഫൈനാൻഷ്യൽ എമർജൻസിയുടെ കേസ് മാത്രമല്ല, നാഷണൽ എമർജൻസി ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നാഷണൽ എമർജൻസിയുടെ സമയത്തും ഫണ്ട് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിനടുത്തത് ആർട്ടിക്കിൾ 355. അപ്പോൾ ആർട്ടിക്കിൾ 355 പറയുന്നത് ഡ്യൂട്ടി ഓഫ് യൂണിയൻ ടു പ്രൊട്ടക്ട് സ്റ്റേറ്റ് ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. എന്തെങ്കിലും തരത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക കയറിയിട്ട് നാളെ തമിഴ്നാടിനെ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തമിഴ്നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഇവിടെ പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെട്ടുകളാണ്. ഓക്കെ, എക്സ്റ്റേണൽ ത്രെട്ടുകൾ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ട് ഇപ്പോൾ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതെന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് ബ്രേക്ക് ഡൗൺ ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന പറയുന്ന പോലെയല്ല ആ സംസ്ഥാനം പ്രവർത്തിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് എലക്ഷൻ നടക്കുന്നില്ല. അവിടുത്തെ CM എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് ആ സംസ്ഥാനം പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 356 അണ്ടറിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അവിടെ പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ്. It is the failure of the constitutional machineries or breakdown of the constitutional machineries ആണ്. നിർബന്ധമായിട്ടും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ആർട്ടിക്കിൾ 357 357. അപ്പോൾ ആർട്ടിക്കിൾ 357 വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സൈസ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് പവേഴ്സ് അണ്ടർ പ്രൊക്ലമേഷൻസ് ഇഷ്യൂഡ് അണ്ടർ ആർട്ടിക്കിൾ 356. അതായത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇനി എങ്ങനെയായിരിക്കും എന്നത് പറയുന്നത് ആർട്ടിക്കിൾ 357 ആണ്. ഓക്കെ, 357 ആണ് ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് 357 ആണ്. അപ്പോൾ ഓരോ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഓരോ ആർട്ടിക്കിൾസിൻ്റെ അണ്ടറിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. എമർജൻസി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള നോർമൽ റിലേഷൻ ഇല്ലാതാവുന്ന ഒരു സമയമാണ്. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എമർജൻസിയുടെ പ്രൊവിഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിലേഷൻസിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് എമർജൻസി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. ദെൻ അടുത്തത്
ഓക്കെ, മറ്റ് ചില പ്രൊവിഷൻസ് ആണ്, അതൊന്ന് നോക്കി വെക്കണം. അതിൽ ആദ്യം വരുന്നത് ആർട്ടിക്കിൾ 355 ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻ കേസ് ഒരു സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ത്രെട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആംഡ് റെബലിയൻ ഒക്കെ ഒരു സംസ്ഥാനത്ത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് ആ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 355. ഓക്കെ, അതുപോലെ തന്നെ ഗവർണർ. ഓക്കെ, ഇപ്പോൾ ഗവർണർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ബോഡിയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ബട്ട് കമ്പയർഡ് ടു പ്രസിഡന്റ്, ഗവർണർക്ക് കുറെ കൂടെ അധികം പവേഴ്സ് വരുന്നുണ്ട്. അപ്പം നമ്മളൊരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതിന്റെ അസെന്റ് കിട്ടണമെങ്കിൽ ഗവർണർ വേണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗവർണർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ബേസ്ഡ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റെക്കമെൻഡേഷന്റെ ബേസിൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന്. അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് കോണ്ടെക്സ്റ്റിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള എലക്ഷൻ അത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നടത്തുന്നത് ആരാണ്? ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ ആണോ അതല്ലെങ്കിൽ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള എലക്ഷൻ നടത്തുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? അതിൻ്റെ ഇലക്ട്രൽ റോള് പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്കെ, അത് കൃത്യമായിട്ട് ഇലക്ട്രൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് അത് നടപ്പാക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ളത്? യെസ് മാൽബ്രോ. ഓക്കെ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, യെസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റരുത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻസ് ആണ്. യെസ്, AJ, ഹിബ, ബിബിൻ. ഓക്കെ, വിപിൻ, പൃഥ്വിരാജ്, അഞ്ജു. യെസ്, ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ദെൻ അടുത്തത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നീതി ആയോഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ബോഡിയാണ്. അപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്ക് വന്ന സമയത്ത് ഇപ്പം പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൂടി റെപ്രസെൻറ്റേഷൻ കിട്ടി. പ്ലാനിംഗ് കമ്മീഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. നീതി ആയോഗ് ആയ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും റെപ്രസെൻറ്റേഷൻ കിട്ടി. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് റിലേഷൻസ് സ്ട്രോങ് ആക്കാൻ നീതി ആയോഗിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ. ഓക്കെ, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ നമ്മൾ പഠിക്കും, എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ ഓർത്ത് വയ്ക്കുക. നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡായിട്ട് ചെയർമാനായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ സോണൽ കൗൺസിൽസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ചെയറായിട്ട് വരുന്നത് ഹോം മിനിസ്റ്ററാണ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നടന്നത് ഉത്തർപ്രദേശിലാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സോണൽ കൗൺസിൽസ് വരുന്നുണ്ട്. അവിടെയും എന്താണ്, ഓരോ സോണിലുള്ള സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള ബന്ധം സ്ട്രോങ് ആക്കുകയാണ്. ഇനി ഇതിൻ്റെ ചെയറായിട്ട് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഹോം മിനിസ്റ്ററാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. അടുത്തത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോണൽ കൗൺസിൽസ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് 1972 ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബാക്കിയുള്ള സോണൽ കൗൺസിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 അണ്ടറിലാണ്. അത് നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ എല്ലാ ബോഡീസും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട്, സ്ട്രോങ് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും കൂടെ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനടുത്തതാണ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ചെയർഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോണൽ കൗൺസിൽസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
ഓക്കെ, ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇനി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ദെൻ ഇറ്റ് വാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1962. 1962 ആദ്യമായിട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആവുന്നത്. എന്നാൽ സോണൽ കൗൺസിൽസ് 1956 ആയിരുന്നു. നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ 1972 ആണ്. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ദെൻ പ്രൈം മിനിസ്റ്റർ ടു കോമ്പാറ്റ് ഈവിൾസ് ഓഫ് കമ്മ്യൂണലിസം, കാസ്റ്റിസം, റീജിയണലിസം ആൻഡ് ലിംഗ്വിസം. അപ്പം നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റി, അതുപോലെ തന്നെ സോവറിനിറ്റി, ഇൻ്റഗ്രിറ്റി ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധകൾ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റീജിയണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രദേശത്തോട് മാത്രമുള്ള അധികമായിട്ടുള്ള സ്നേഹം. അപ്പം ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യണം, ആ പ്രദേശം മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രദേശവുമായിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കണം, സെപ്പറേറ്റിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് റീജിയണലിസത്തിൽ നിന്നാണ്. ഓക്കെ, കമ്മ്യൂണലിസം എന്ന് പറയുന്ന സമയത്ത് വർഗീയത, കാസ്റ്റിസം എന്ന് പറയുന്ന സമയത്ത് ജാതീയത, അതുപോലെ തന്നെ ലിംഗ്വിസം എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ബേസിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തമ്മിൽ കലഹിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റണം. ഓക്കെ, ഇതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു കോമ്പാറ്റ് കമ്മ്യൂണലിസം, കാസ്റ്റിസം, റീജിയണലിസം ആൻഡ് ലിംഗ്വിസം. ഇതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ അവസാനത്തെ മീറ്റിംഗ് നടന്നത് 2013 ആണ്. അതിനുശേഷം പിന്നീട് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ആദ്യം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1962 അതിനുശേഷം 4-5 തവണ മാത്രമേ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അവസാനമായിട്ട് വരുന്നത് 2013. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. അതിനടുത്തത്, ദ ഫൗണ്ടേഷൻ ഓഫ് അവർ നാഷണൽ ലൈഫ് ഇസ് കോമൺ സിറ്റിസൺഷിപ്പ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഫ്രീഡം ഓഫ് റിലീജിയൻ, സെക്യുലറിസം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി എമംഗ് ഓൾ കമ്മ്യൂണിറ്റീസ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻ്റഗ്രിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണം. ഓക്കെ, രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന വർഗീയത, കമ്മ്യൂണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ജാതി വ്യവസ്ഥകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തടയിടുക. ഇതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ റീഇറ്ററേറ്റഡ് ഇറ്റ്സ് ഫെയ്ത്ത് ഇൻ ദിസ് വാല്യൂസ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഇറ്റ്സെൽഫ് ടു ദെയർ അച്ചീവ്മെൻറ്റ്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൽ പല തവണയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ടു സ്ട്രെങ്തൻ യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി എമംഗ് ഡൈവേഴ്സ് റീജിയൻ, റിലീജിയൻ, കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇതും ഒരു ഒബ്ജക്റ്റീവാണ്. വിവിധ സമൂഹത്തിൻ്റെ ഇടയിൽ, വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ, വിവിധ മതങ്ങളുടെ ഇടയിൽ, വിവിധ ഭാഷാ ഗോത്രങ്ങൾക്ക് ഇടയിൽ ഒരു യൂണിറ്റി, ഐക്യബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, സോണൽ കൗൺസിൽസ് അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ്, ഇനി അതല്ല നീതി ആയോഗ്, ഈ പറയുന്ന ബോഡീസിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചോദിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈ 4 ബോഡീസിൽ ഒരു ബോഡി അതിനെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ മാറ്റങ്ങൾ വരുന്ന സമയം ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ ബാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ ലെജിസ്ലേറ്റീവ് സൈഡ് എന്തൊക്കെയാണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് എന്താണ്. ഇങ്ങനെ ഓരോ ഏരിയയിൽ നിന്നായിരിക്കും നോർമലി ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുന്നത്. അത് ബൈ കോമൺ സെൻസ് ആണ്. ഓക്കെ, ഒരു നോർമലി നമ്മൾ ഒരാളെ ക്വസ്റ്റ്യൻ ഇടാൻ നോക്കുകയാണെങ്കിൽ അയാൾ ഡൈവേഴ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഇടുക. സാധാരണ PSCയുടെ പാറ്റേണും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ഏരിയ എവിടെ നിന്ന് ചോദിക്കും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിനെ സ്ട്രോങ് ആക്കുന്ന അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നീതി ആയോഗ് വരുന്നുണ്ട്, ദെൻ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ വരുന്നുണ്ട്, സോണൽ കൗൺസിൽസ് വരുന്നുണ്ട്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ്.
അപ്പം ഇതിൻ്റെ ചെയർമാൻ ആരാണ്, ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ഇതിൽ ഏതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഏതെല്ലാം നോൺ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബോഡീസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്. അടുത്തത് ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് കമ്മ്യൂണൽ ഹാർമണി ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ്. അതായത് സമൂഹങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം സ്ട്രോങ് ആക്കുന്നതിന്, ഓക്കെ, ആ ഒരു സാഹോദര്യ ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പരസ്പര ബഹുമാനം വളർത്തിയെടുക്കുന്നതിന്. അപ്പോൾ നമ്മൾ ചോദിക്കും ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ബോഡി ഈ കാര്യമൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അവരത് ചെയ്യും, അത് അവരുടെ ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പം ടു ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ ഓഫ് നാഷണൽ കമ്മ്യൂണിറ്റി കമ്മ്യൂണൽ ഹാർമണി ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ്, അതും നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ദെൻ അടുത്ത ചില ഒബ്ജക്റ്റീവ്സ് ആണ്, കുറച്ചധികം ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഇനി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽസിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ആൻഡ് അഡ്രസ് കോസസ് ഓഫ് കമ്മ്യൂണൽ ടെൻഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന മതസ്പർദ്ധ, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കുക എന്ന് പറയുന്നതും നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള മതസ്പർദ്ധകളോ മതവൈര്യങ്ങളോ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ സംരക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റേതാണ്. അടുത്തത് ടു കണ്ടം ദ റിപ്പീറ്റഡ് അട്രോസിറ്റീസ് ഓൺ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, കാസ്റ്റിസത്തിൽ നിന്ന് അല്ലെങ്കിൽ കാസ്റ്റിസത്തിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൂടി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി കൂടി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിന് വരും. ഓക്കെ, കാരണം കാസ്റ്റിസത്തിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടെ വരും. ദെൻ അടുത്തത് ടു എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വുമൺ. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇതൊക്കെ ഒരു ബോഡി ചെയ്യോ, അല്ലെങ്കിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അവർക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനില്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ അല്ല, ഇതും വരുന്നുണ്ട്. ടു എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വുമൺ, അതും നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Then to eradicate and dehumanizing practices of manual scavenging and other forms of undignified labor. ഓക്കെ, സോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷേ അതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ രണ്ട് ഒബ്ജക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ആൾക്കാർ നോക്കുന്ന സമയത്ത് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അവർക്ക് പ്രധാനപ്പെട്ട പല പണി ചെയ്യാനുണ്ടായിരിക്കും, ഇതൊന്നും അവർ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞ് നമ്മൾ നോർമലി എലിമിനേറ്റ് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും. പക്ഷേ അത് രണ്ടും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ടു ഇറാഡിക്കേറ്റ് ദ ഡീഹ്യൂമനൈസിങ് പ്രാക്ടീസസ് ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് ആൻഡ് അതർ ഫോംസ് ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഹ്യൂമൻ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെയാണ് മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മനുഷ്യന്മാരുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഓട വൃത്തിയാക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെ ഇറങ്ങിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊരിക്കലും എന്തല്ല ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസസ് അല്ല, ഹൈജീൻ അല്ല. കാരണം അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോലി നൽകുക, അല്ലെങ്കിൽ ജോലി നൽകുക നല്ല ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് അവരെ മാറ്റുക എന്ന് പറയുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എൻഷുറിങ് ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി വുമൺ, സ്ത്രീ സുരക്ഷയും അവരുടെ സേഫ്റ്റിയും ഉറപ്പാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഓക്കെ. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് ലെജിസ്ലേറ്റീവ് റിലേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഫൈനാൻഷ്യൽ റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ റിലേഷൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഒരു ക്ലാസ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഓക്കെ, ആ ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മൂവ് ഓൺ ടു ദ ഡിസ്കഷൻ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഫൈനാൻഷ്യൽ റിലേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കണ്ടു, നമ്മൾ ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 249 മുതൽ 253 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്തെല്ലാം കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ, അതിലെ മാറ്റം വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഏത് കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കണം എന്നുള്ളത് 246 അണ്ടറിലാണ്. കാരണം 246 അണ്ടറിലാണ് ഷെഡ്യൂൾ 7 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം
നമ്മുടെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഈ പറയുന്ന ആർട്ടിക്കിൾസിലാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതേപോലെ ഫൈനാൻഷ്യൽ റിലേഷൻസ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 268 ടു 293. ഓക്കെ, ആർട്ടിക്കിൾ 268 മുതൽ 293 വരെ വരുന്ന ആർട്ടിക്കിൾസിലാണ് സാമ്പത്തിക ബന്ധം, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 268 മുതൽ 293 വരെയാണ്. ഓക്കെ, 268 മുതൽ 293 വരെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ റിലേഷൻ, സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആർട്ടിക്കിൾ 265, ഓക്കെ, അപ്പോൾ 265ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക, നമുക്ക് ആവശ്യം വരും, പിന്നീട് ആവശ്യം വരും, അതുകൊണ്ട് അത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഗവൺമെൻറ്റിന് ഒരു നിയമത്തിൻ്റെ ബേസിൽ അല്ലാതെ ജനങ്ങളുടെ അടുത്ത് നിന്ന് ടാക്സ് പിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ്റിന് എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ നാളെ വന്നിട്ട് ഗവൺമെൻറ് പറയുകയാണ് എൻ്റെ അടുത്ത് ഓക്കെ 1,00,000 രൂപ നീ എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് അടയ്ക്കണം. ഗവൺമെൻറ്റിന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് ഗവൺമെൻറ് ആദ്യം നിയമം ഉണ്ടാക്കണം. നിയമം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് ബാധകമാവും. അപ്പം ഇൻകം ടാക്സ് അതിൻ്റെ ബേസിൽ 1,00,000 രൂപ ഞാൻ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കാരണം അത് നിയമമാണ്. വെഹിക്കിൾ ടാക്സ് അത് കൊടുക്കണമെന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കത് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അത് പറയുന്നതാണ് ആർട്ടിക്കിൾ 265 എന്ന് പറയുന്നത്. അതൊന്നും അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പ്രധാനമായിട്ട് വരുന്ന ചില പബ്ലിക് ഫണ്ടുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഓക്കെ, അതായത് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഗവൺമെൻറ് ഫണ്ട് പിരിക്കും, അതായത് ഗവൺമെൻറ് പൈസ എടുക്കും. ആ പണം ഗവൺമെൻറ്റിന് എവിടെയെങ്കിലും സൂക്ഷിക്കണം. ഓക്കെ, ഗവൺമെൻറ് അത് എവിടെയെങ്കിലും എന്ത് ചെയ്യണം, സേഫായിട്ട് സൂക്ഷിക്കണം, സെക്യൂർ ചെയ്യണം. ഓക്കെ, അതായത് ഗവൺമെൻറ്റിന് അത് കീപ്പ് ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ് ഫണ്ടുകൾ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നത് പ്രധാനമായിട്ടും 3 അക്കൗണ്ടുകളിലാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് പണമുണ്ട്, ഇത് പ്രധാനമായിട്ടും 3 രൂപത്തിലായിരിക്കും ഈ ഒരു പണം നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പണവും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, നിങ്ങളുടെ സാലറി വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള എല്ലാ പണവും നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്. ഇനി അതല്ലാതെ ചിലപ്പം ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്ന പണം ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. തൽക്കാലം നിങ്ങളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും, അവർ ചോദിക്കുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കുകയും വേണം. ഇനി അതുപോലെ തന്നെ ചില സമയത്ത് നമുക്കൊരു സേവിങ്സ് ഉണ്ടായിരിക്കും, FD എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കും. ഓക്കെ, യെസ് ശരണ്യ. ഓക്കെ, നമ്മൾ കേരള എക്കണോമി മാക്സിമം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കേരള മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് കേരള മോഡൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള എക്കണോമി ഫിനിഷ് ചെയ്യണം. കേരള എക്കണോമി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് കേരള എക്കണോമി നമുക്ക് തറവായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്, കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് മൂന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്, ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജോലി നഷ്ടപ്പെടുകയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാഹിതം നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു FD അല്ലെങ്കിൽ ചില ഫണ്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഫണ്ട് മാറ്റി വെക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് എല്ലാ പണവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും. എല്ലാ പണവും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അയക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ നമുക്കൊരു കടയുണ്ട്, അവിടെ നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊതുവായിട്ട് എല്ലാം സ്വീകരിച്ച് സ്റ്റോർ ചെയ്യാൻ ഓൾ റവന്യൂ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഓൾ റവന്യൂ ടു ദ ഗവൺമെൻറ് ആർ സെക്യൂർഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. ഗവൺമെൻറ്റിലേക്ക് വരുന്ന എല്ലാ വരുമാനവും ശേഖരിച്ച് വെക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് പബ്ലിക് ഫണ്ട്. ഓക്കെ, ഇപ്പോൾ പബ്ലിക് ഫണ്ടിലേക്ക് വരുന്ന സമയത്ത്, പബ്ലിക് ഫണ്ടിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ അടുത്തതാണ് കണ്ടിജൻസി ഫണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തു, എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത്, ഒരു അത്യാഹിതം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം തരും. ഓക്കെ, ചിലപ്പം ചില പർപ്പസിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഹോൾഡ് ചെയ്യണമെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് വാങ്ങാമെന്ന് പറഞ്ഞ് കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ തരുന്നുണ്ടെങ്കിൽ അതാണ് പബ്ലിക് ഫണ്ട്. ഇതൊക്കെ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കേസും, ഗവൺമെൻറ്റിൻ്റെ എല്ലാ റവന്യൂ വരുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ്. ഇനി എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വരികയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലഡ് വരികയാണ്, ഒരു സുനാമി വരികയാണ്, ഒരു സൈക്ലോൺ വരികയാണ്, ഒരു ഡ്രൗട്ട് വരികയാണ്, അതല്ലെങ്കിൽ ഒരു ക്ലൗഡ് ബേസ്റ്റ് വരികയാണ്, അതല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് വരികയാണ്, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ഗവൺമെൻറ്റിന് ഫണ്ട് എടുക്കേണ്ടതായിട്ട് വരും.
അങ്ങനെ ഫണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കണ്ടിജൻസി ഫണ്ട്. ഒരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത്, അത്യാഹിതം നടക്കുന്ന സമയത്ത് എടുക്കുന്നതാണ് കണ്ടിജൻസി ഫണ്ട്. ഇനി ഗവൺമെൻറ്റിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചിലപ്പം പണം കൊടുത്ത് സൂക്ഷിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PF, ഓക്കെ, PF വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോൾ സേവിങ് സ്കീംസ്, സ്മോൾ സേവിങ് സ്കീംസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇവിടെയൊക്കെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് നിക്ഷേപിക്കും. കുറച്ച് കാലം കഴിയുമ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ ഗോൾഡ് സേവിങ് സ്കീംസ്, ഇപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഗവൺമെൻറ്റിനെ ഫണ്ട് ഏൽപ്പിക്കും. ഗവൺമെൻറ്റിൻ്റെ ആ പണം ഗവൺമെൻറ്റിൻ്റെ സ്വന്തമല്ല, കുറച്ച് കഴിഞ്ഞ് ജനങ്ങൾ ആവശ്യപ്പെടുമ്പം ആ ഫണ്ട് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ഫണ്ടുകളാണ് പബ്ലിക് ഫണ്ടിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന, ഗവൺമെൻറ് തിരിച്ചടയ്ക്കാൻ ബാധ്യതയുള്ള ഫണ്ടുകളാണ് പബ്ലിക് ഫണ്ടിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് പബ്ലിക് ഫണ്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പബ്ലിക് ഫണ്ടിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഫണ്ട് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് ഫണ്ടുകളാണ്, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്. ഈ രണ്ട് കേസുകൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. കാരണം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള എമൗണ്ട് മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഷെയർ ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ഫണ്ട് മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഫൈനാൻഷ്യൽ റിലേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഫൈനാൻഷ്യൽ റിലേഷനാണ്. അപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഫണ്ട് ഷെയർ ചെയ്യുന്നത് ആ അക്കൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതല്ലാതെ ജനങ്ങളുമായിട്ട് ഗവൺമെൻറ് ഷെയർ ചെയ്യുന്ന അക്കൗണ്ടിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കില്ല. അപ്പോൾ പബ്ലിക് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കില്ല, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, ബട്ട് കണ്ടിജൻസി ഫണ്ടും കൺസോളിഡേറ്റഡ് ഫണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ വയനാട്, മുണ്ടക്കൈ ആൻഡ് ചൂരൽമല, അവിടെ എന്ത് ചെയ്തു, ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനാവശ്യമായിട്ട് പെട്ടെന്നുള്ളൊരു ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കണ്ടിജൻസി ഫണ്ടിൽ നിന്നായിരിക്കും അത് തരേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് അത് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഷെയർ ചെയ്യുന്ന രണ്ട് ഫണ്ടുകളാണ് വരുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടിജൻസി ഫണ്ടും. അപ്പോൾ ഫൈനാൻഷ്യൽ റിലേഷൻസിൽ ഈ രണ്ട് ഫണ്ടുകളെ കുറിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഫണ്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അതിൻ്റെ കാരണം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വ്യക്തമാക്കി തന്നതാണ്. ഇനി ഈ രണ്ട് ഫണ്ടുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഫൈനാൻഷ്യൽ റിലേഷനിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. അത് ആർട്ടിക്കിൾ 266 അണ്ടറിൽ. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ആർട്ടിക്കിൾ 266 അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, 266 അണ്ടറിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് വരുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ബിസിനസ്, ഓക്കെ, ഇവിടെ നിന്നൊക്കെ ഗവൺമെൻറ്റിന് കിട്ടുന്ന പണം ഗവൺമെൻറ് സൂക്ഷിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗവൺമെൻറ്റിന് കിട്ടുന്ന എല്ലാ റവന്യൂവും ഗവൺമെൻറ് സൂക്ഷിക്കുന്ന അക്കൗണ്ടിന് പറയുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം there will be a consolidated fund of India and consolidated fund of state. അത് ആർട്ടിക്കിൾ 266 പറയുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരു കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ടായിരിക്കും. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. ഇങ്ങനെ രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടായിരിക്കും എന്ന് ആർട്ടിക്കിൾ 266 പറയുന്നുണ്ട്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ₹1 പോലും പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റില്ല. പാർലമെൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ ₹1 പോലും സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്, നോ മണി ക്യാൻ ബി വിഡ്രോൺ ഫ്രം ദിസ് ഫണ്ട് വിത്തൗട്ട് പാർലമെൻറ്റ്സ് അപ്രൂവൽ. പാർലമെൻറ്റ് അതിന് വേണ്ടിയിട്ട് ബില്ല് പാസ്സാക്കണം. പാർലമെൻറ്റ് പാസ്സാക്കണം. അതിന് വേണ്ടിയിട്ട് ഫൈനാൻസ് ബില്ല് പാസ്സാക്കണം. മണി ബില്ലുകളാണെങ്കിൽ അത് പാസ്സാക്കണം. ഓക്കെ, അപ്രോപ്രിയേഷൻ ബില്ലുകൾ ചിലപ്പം പാസ്സാക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാനോ വിനിയോഗിക്കാനോ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേസും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതിൽ നിന്ന് പണം വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതിന് വേണ്ടിയിട്ടുള്ള നിയമം പാസ്സാക്കിയിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിയമം പാസ്സാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ, പണം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് കണ്ടിജൻസി ഫണ്ട്. ഓക്കെ, കണ്ടിജൻസി ഫണ്ട് ആർട്ടിക്കിൾ 267 അണ്ടറിൽ വരുന്നതാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അപ്പം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്.
ഈ കണ്ടിജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കണ്ടിജൻസി ഫണ്ട് മാനേജ് ചെയ്യുന്നത് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് 1915 അണ്ടറിലാണ്. ഈ ആക്ട് പല സമയത്തും അമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കണ്ടിജൻസി ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ട് ഒരു എമൗണ്ട് കണ്ടിജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ചിലപ്പോൾ ഒരു 1000 കോടി രൂപയായിരിക്കാം, ഓക്കെ, ചിലപ്പോൾ ഒരു 500 കോടി രൂപയായിരിക്കാം. ഇത് ഓരോ സമയത്തും മാറാറുണ്ട്. ഈ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് 1950 പറയാറുള്ളത്. കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് 1950 കണ്ടിജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിലയിരുത്തേണ്ട തുക എത്രയാണ് എന്ന് പറയുന്നത് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് 1950 അണ്ടറിലാണ്. ആ ആക്ട് അമെൻഡ് ചെയ്ത് പല സമയത്തായിട്ട് ഗവൺമെൻറ് ആ എമൗണ്ട് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് ഇതിപ്പോൾ എന്ത് ചെയ്തു, ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കി, അല്ലെ, പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. അപ്പം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം എടുത്തിട്ട് എന്ത് ചെയ്യാം, കണ്ടിജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കാം. ഓക്കെ, അപ്പം നിയമം പാർലമെന്റ് പാസ്സാക്കിയത് കൊണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കണ്ടിജൻസി ഫണ്ടിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നത്? ഇനി ഈ പറയുന്ന ഫണ്ട് പാർലമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ നേരിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ഗവൺമെന്റിന് എടുക്കാൻ പറ്റില്ല, കാരണം പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. എന്നാൽ ഇതിൽ നിന്ന് ഒരു ഫിക്സ്ഡ് എമൗണ്ട്, ഒരു 500 കോടി കണ്ടിജൻസി ഫണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റിന് ആ പൈസ എടുക്കാം. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് പണം എടുക്കാം. പാർലമെന്റിന്റെ അപ്രൂവൽ വേണ്ട, കാരണം പാർലമെന്റിന്റെ അപ്രൂവലോട് കൂടി നേരത്തെ തന്നെ മാറ്റിവെച്ച എമൗണ്ട് ആണിത്. ഓക്കെ, സോ അങ്ങനെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്ന എമൗണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്ന എമൗണ്ട് കണ്ടിജൻസി ഫണ്ടിലേക്ക് നമ്മൾ മാറ്റിവെക്കും. എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് ആ എമർജൻസിക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ആ എമർജൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഫണ്ട് ഉപയോഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും 500 കോടിയിൽ ഒരു 200 കോടി നമ്മൾ എന്ത് ചെയ്തു, വയനാടിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു. ബാക്കി 300 കോടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 500 കോടി കീപ്പ് ചെയ്യണം. ബാക്കി 200 കോടി ഇവിടുന്ന് എന്ത് ചെയ്യണം, വീണ്ടും കിട്ടണം. ഓക്കെ, 200 കോടി വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും നമ്മൾ ബില്ല് പാസ്സാക്കും. ഓക്കെ, ബില്ല് പാസ്സാക്കും. അതായത് ഈ 200 കോടി കൊടുത്തത് ഓക്കെ ആണ് എന്നുള്ള രൂപത്തിൽ ബില്ല് പാസ്സാക്കും. അപ്പം ഈ 200 കോടി പാസ്സായി കിട്ടും. അത് വീണ്ടും ഇങ്ങോട്ടേക്ക് കൊടുക്കും, 500 ആവും. ഓക്കെ, അപ്പം ഈ തുക ചെലവഴിക്കുന്നതിന് നമുക്ക് എന്തില്ല പ്രശ്നമില്ല, ഇമ്മീഡിയറ്റ്ലി ആ തുക ചെലവഴിക്കാം. അത് പിന്നെ പതുക്കെ എന്ത് ചെയ്താൽ മതി, പാർലമെന്റിന്റെ അടുത്ത് നിന്ന് പാസ്സാക്കി എടുപ്പിച്ചാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് സമയം കിട്ടും. അപ്പം വയനാട് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് വേണ്ട ഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഫണ്ട് കൊടുത്തത് ഓക്കെ ആണെന്നുള്ളത് പിന്നെ എപ്പോഴെങ്കിലും പാർലമെന്റ് കൂടുന്ന സമയത്ത് അതിൻ്റെ വിന്റർ സെഷനിലോ സമ്മർ സെഷനിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്താൽ മതി, അത് പിന്നീട് അപ്രൂവ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ സമയം കിട്ടും. അപ്പോൾ അതാണ് കണ്ടിജൻസി ഫണ്ടും കൺസോളിഡേറ്റഡ് ഫണ്ടും തമ്മിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇതിൻ്റെ ബേസിലായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള ഫൈനാൻഷ്യൽ റിലേഷൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫൈനാൻഷ്യൽ റിലേഷൻസ് ആണ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതായത് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിർത്തുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ എൻ്റെ ചെറിയൊരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പല സമയത്ത് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ക്ലാസ്സുകൾ എടുത്തു തരാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ PK ലേണിങ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ PK ലേണിങ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ അവിടെ ഞാൻ കേരള എക്കണോമി പ്ലസ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഞാൻ അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ LAM PSCയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതല്ലാതെ മറ്റൊരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, ഒരു IAS അക്കാദമിയുടെ അക്കാദമിക് ഹെഡായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ജോബിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ചുരുങ്ങിയ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ വയ്ക്കുന്നത്. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പം അങ്ങനെ വന്ന് പിന്നെ കിട്ടുന്ന സമയത്താണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റ് ഇല്ലാതെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എനിവേ ഐ വിൽ കണ്ടിന്യൂ ദിസ്. അപ്പം ഇൻ റിട്ടേൺ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പലപ്പോഴും ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു ലവ് ഇമോജി അല്ലെങ്കിൽ താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ അത് കാണുമ്പം എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഒരു മ്യൂച്വൽ ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അങ്ങനെ നിലനിൽക്കുന്ന പോലെ തോന്നും. അപ്പം എൻ്റെ വേണ്ടപ്പെട്ട ആർക്കോ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. ഓക്കെ, ഈവൻ ദോ ഇപ്പോൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് മോണിറ്റൈസ് ചെയ്യാൻ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്, ഇപ്പം ആഡൊന്നും വരണ്ട, നിങ്ങൾക്ക് പഠനം അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ എന്നുള്ള രൂപത്തിൽ ഞാനത് ചെയ്തിട്ടുള്ള മോണിറ്റൈസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വല്ല ആഡ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇടുന്നതാണ്, അതിന്ന് ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കുറേ ആഡുകൾ വരും.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ സെക്രട്ടേറിയറ്റ് എക്സാം കഴിയുന്നത് വരെയെങ്കിലും അതിൽ ആഡോ കാര്യങ്ങളോ ഞാനായിട്ടൊന്നും ഇടില്ല. ഓക്കെ, യൂട്യൂബ് ഇടുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ, ഇപ്പം പല ആൾക്കാരുടെയും പേരുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നും അതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇപ്പോൾ ഷൈനി. ഓക്കെ, അപ്പോൾ ഷൈനി എന്നും വന്നിട്ട് ഗുഡ് മോർണിംഗ് ഇട്ട് പോകുന്നുണ്ടാവും. ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ നോക്കിയാൽ കാണാം കമൻറ്റിൽ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളെ പേഴ്സണലായിട്ട് ടച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിബ. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് അതുപോലെ തന്നെ മാൽബ്രോ. അപ്പം മാൽബ്രോനൊക്കെ ഞാൻ പല മറ്റ് ചാനലുകളും, അതായത് ഞാൻ മറ്റ് ചില വീഡിയോസൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, മാൽബ്രോനെ കാണാറുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പൃഥ്വിരാജ് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അതുപോലെ തന്നെ പ്രണവ്, പക്ഷേ പ്രണവിനെ ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് പേരുകൾ. അപ്പം നമുക്ക് പരിചയമായിട്ട് ഓവർ ദ ടൈം ആ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പലപ്പോഴും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ബി ദെയർ. ഓക്കെ, ആൾവേസ് അവിടെ ഉണ്ടാവുക. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ പറയാം. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം സൈബർ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 യൂട്യൂബ് ചാനലുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഒരു ചാനൽ അടിച്ചു പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. ഇൻ കേസ് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് കയ്യിൽ നിന്ന് പോകാൻ പറ്റും. അങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ കിടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 2 ചാനൽ വെക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഒരു KS റാങ്കർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ PSC റാങ്കർ ഡിഗ്രി ലെവലുണ്ട്. രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും. അപ്പോൾ 2 ചാനലുകൾ നിങ്ങൾ ഫോളോ ചെയ്യാം. കാരണം ഇൻ കേസ് ഏതെങ്കിലും ഒരു ചാനൽ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ മറ്റേ ചാനൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് 2 സെപ്പറേറ്റ് ചാനലുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ 2 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് 2 നിങ്ങൾ ഫോളോ ചെയ്യുക. 2ലും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, സോ വി വിൽ ബി കണ്ടിന്യൂയിങ് ദിസ് എഫേർട്ട്. ഓക്കെ, താങ്ക് യു എവരി വൺ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ക്ലാസ് മോശമാണെങ്കിലോ ചിലപ്പം നിങ്ങളുടെ ഓരോ ഇൻപുട്ടുകളും എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ കാരണം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും മാക്സിമം എല്ലാ കാര്യവും ഞാൻ നോക്കാറുണ്ട്. ഓരോ കമൻറ്റും കൃത്യമായിട്ട് നോക്കിയിട്ട് അതിന് മറുപടി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് ജേർണി. സോ ബി എ കമ്മ്യൂണിറ്റി. ഓക്കെ, വി ക്യാൻ ബി എ ഫാമിലി ടുഗദർ. ഓക്കെ, യാ, താങ്ക് യു എവരി വൺ. യെസ്, അഭിരാമി, മാൽബ്രോ, അഞ്ജു, വിപിൻ, ഹിബ. Okay, Prithviraj, Ranjit, Ragi, then Kunyuni. Okay, Kunyuni vlogs. Yes, thank you everyone. Thank you so much.